അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. الله سبحانه وتعالى പറയുന്നു, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഖദ് ജാഅത്കും, നിങ്ങൾക്കിതാ വന്നെത്തിയിരിക്കുന്നു, മൗഇളതും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഒരു സതുപദേശം. ഈ രണ്ട് ആയത്തുകളിലെ ഓരോ ലഫ്ളുകളും ശരിക്കും പഠിക്കണം, ഓരോ പദങ്ങളും പഠിച്ചോളൂ. ഒന്ന്, അള്ളാഹുവിൽ നിന്നുള്ള സതുപദേശം. ഒരു ഉപദേശം മനുഷ്യന് നൽകുന്ന ആശ്വാസം എത്രയാണ്. അതുകൊണ്ടാണല്ലോ നമ്മൾ നിരന്തരം ഉപദേശം തേടുന്നവരാണ്. ഉമ്മയോട്, ഉപ്പയോട്, മുതിർന്ന ജ്യേഷ്ഠനോട്, കൂട്ടുകാരോട്, പണ്ഡിതന്മാരോട്, അറിവുള്ള ആളുകളോട് നാം നിരന്തരം ഉപദേശം തേടുന്നു. നമ്മൾ വിഷമത്തിലായിരിക്കെ ഒരാൾ നൽകുന്ന ഉപദേശം എന്തുമാത്രം നമുക്ക് സന്തോഷം നൽകാറുണ്ട്, എന്തുമാത്രം നമുക്ക് ആശ്വാസം നൽകാറുണ്ട്. അപ്പോൾ ഉപദേശം എന്നുള്ളത് മനുഷ്യന് സന്തോഷം നൽകുന്നതാണ്. എങ്കിൽ ആകാശഭൂമികളുടെ സൃഷ്ടാവും എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടാവും നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ സൃഷ്ടാവുമായ അള്ളാഹു പറയുകയാണ്, നിങ്ങൾക്കിതാ എന്നിൽ നിന്ന് നല്ല ഉപദേശങ്ങൾ വന്നിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ഉപദേശം എത്ര നല്ല ഉപദേശമായിരിക്കും, എത്ര നല്ല നസീഹത്തായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നസീഹത്ത്. അത് സൃഷ്ടികൾക്ക് സന്തോഷം നൽകാതിരിക്കുമോ? അള്ളാഹു പറയുകയാണ്, ഖദ് ജാഅത്കും മൗഇളതും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഉപദേശങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാവിന് ഉപദേശങ്ങൾക്ക് യാതൊരു കുറവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് സലഫുകൾ നിരന്തരം ഖുർആൻ പാരായണക്കാരായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഉത്കണ്ഠകളോ പ്രശ്നങ്ങളോ ടെൻഷനുകളോ ഉണ്ടായിരുന്നില്ല. കാരണം നിരന്തരം അള്ളാഹു അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരന്തരം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മൗഇളത്ത് കേൾക്കുന്ന ഒരാൾക്ക് എങ്ങനെ സങ്കടമുണ്ടാകും, എങ്ങനെ വിഷമമുണ്ടാകും? ഇനി രണ്ടാമത്തെ വേർഡ് നോക്കൂ, വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നെഞ്ചകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും ശിഫയാണത്, ശമനമാണത്. മരുന്ന് എന്നതിനേക്കാൾ ഉപയോഗിച്ച വേർഡ് ശമനം എന്നാണ്. എന്ന് പറഞ്ഞാൽ ശിഫ ഉറപ്പാണ്, അതുകൊണ്ടാണ് വേർഡ് ഉപയോഗിച്ചത്. ദവാ അല്ല, ശിഫയാണ്. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഹൃദയങ്ങളിലെ സകല പ്രശ്നങ്ങൾക്കും ശമനമാണ് ഖുർആൻ. നിങ്ങളുടെ എല്ലാ ടെൻഷനുകൾക്കും അവിടെ പരിഹാരമുണ്ട്, നിങ്ങളുടെ വേദനകൾക്ക് അവിടെ ആശ്വാസമുണ്ട്. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. മൂന്നാമത്തെ നോക്കൂ, വഹുദൻ, ഇത് മാർഗദർശനമാണ്, വഴിതെറ്റൂല. വറഹ്മ, ഇത് കാരുണ്യമാണ്. ഖുർആൻ കാരുണ്യമാണ്. സൂറത്തുർ റഹ്മാൻ, അർ റഹ്മാൻ, അല്ലാഹു പരമകാരുണ്യകനാണ്. അതിൻ്റെ ഏറ്റവും വലിയ അടയാളം അല്ലമൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിച്ചു. ഖുർആൻ ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അള്ളാഹു നമ്മെ ഖുർആൻ പഠിപ്പിച്ചു എന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ റഹ്മത്താണ്, വറഹ്മതൻ ലിൽ മുഅ്മിനീൻ. അതുകൊണ്ട് ഖുൽ, നബിയെ പ്രഖ്യാപിക്കണം, മനുഷ്യർക്കിടയിൽ മനുഷ്യരോട് പ്രഖ്യാപിക്കണം. എന്താ പ്രഖ്യാപിക്കേണ്ടത്? ബിഫദ്ലില്ലാഹ്, ഈ ഖുർആൻ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. വബിറഹ്മതിഹി, ഇത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും ലഭിച്ചതാണ്. ഫബിദാലിക്, അതുകൊണ്ട് ഫൽയഫ്റഹൂ, മനുഷ്യർ ആഹ്ലാദിക്കട്ടെ, സന്തോഷിക്കൂ, എല്ലാവരും ഹാപ്പി ആയിരിക്കൂ, ഫുൾ ടൈം ഹാപ്പി ആയിരിക്കൂ. കാരണം അള്ളാഹു നിങ്ങൾക്ക് ഖുർആൻ തന്നിരിക്കുന്നു. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, മനുഷ്യർ ഒരുമിച്ച് കൂട്ടുന്ന മുഴുവൻ വിഭവങ്ങളെക്കാളും, മുഴുവൻ സമ്പാദ്യങ്ങളെക്കാളും, ദീനാറിനേക്കാളും ദിർഹമിനേക്കാളും, മുന്തിയ വാഹനത്തെക്കാളും, വലിയ വലിയ മണിമാളികകളെക്കാളും എല്ലാം ഖൈറായത് ഖുർആനാണ്. ഖുർആൻ ഉണ്ടോ ഹാപ്പി ആയിരിക്കോ എന്നാണ്. എന്നാൽ പലരും ഖുർആനിൻ്റെ ആ സന്തോഷം, ആ ആഹ്ലാദം കണ്ടെത്താത്തവരാണ്.
അവർ വിചാരിക്കുന്നത് നല്ലൊരു ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് ആഹ്ലാദം, നല്ലൊരു ഭാര്യയെ കിട്ടിയിട്ടില്ലെങ്കിൽ എനിക്കെന്ത് ആഹ്ലാദം, എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ലെങ്കിൽ എനിക്കെന്ത് ആഹ്ലാദം, എനിക്ക് വലിയ വീടില്ലെങ്കിൽ എനിക്കെന്ത് ആഹ്ലാദം, എനിക്ക് ബാങ്കിൽ ഒരുപാട് ബാലൻസുകളില്ലെങ്കിൽ എനിക്കെന്ത് ആഹ്ലാദം. ഇങ്ങനെ സമ്പത്തില്ല, സൗന്ദര്യമില്ല, സ്ഥാനമാനങ്ങളില്ല, ജോലിയില്ല, വലിയ പറമ്പില്ല എന്നതൊക്കെ പറഞ്ഞ് ദുഃഖിച്ച് ടെൻഷൻ അടിച്ച് കഴിയുകയാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ. എന്നാലോ അവൻ്റെ വീട്ടിൽ, അവൻ്റെ കൈകളിൽ, അവൻ പോകുന്ന പള്ളിയിൽ, അവൻ പോകുന്ന മദ്രസയിലൊക്കെ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ കോപ്പിയുണ്ട്. അവൻ നോക്കുന്ന ദൂരത്ത്, അവൻ്റെ കയ്യെത്താവുന്ന ദൂരത്ത് അവൻ്റെ മുഴുവൻ സന്തോഷങ്ങളും ഉണ്ടായിട്ടും ദുഃഖിച്ച് സങ്കടപ്പെട്ട് എനിക്ക് സ്ട്രെസ്സാണ്, എനിക്ക് ടെൻഷനാണ്, എനിക്ക് ഡിപ്രഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിയുന്ന മുസ്ലിമീങ്ങളുടെ ദുരവസ്ഥ ആലോചിച്ച് നോക്കൂ. അള്ളാഹു പറയുന്നത് ഫബിദാലിക ഫലിയഫ്റഹു, ഖുർആനുള്ളപ്പോൾ എന്തിനു ദുഃഖിക്കണം? കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. സൂറത്തു തൗബയിലെ 124-ാമത്തെ ആയത്ത് നോക്കൂ. വഇദാ മാ ഉൻസിലത് സൂറത്തുൻ, ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ ഫമിൻഹും, അവരുടെ കൂട്ടത്തിൽ ചിലരുണ്ട്, അഥവാ മുനാഫിഖുകൾ. അവർ ചോദിക്കുകയാണ് മൻ യഖൂലു അയ്യുക്കും സാദതുഹു ഹാദിഹി ഈമാന, ഈ ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടിട്ട് നിങ്ങളിൽ ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത്? അവർ ചോദിക്കുകയാണ്. സൂറത്തുൽ ആസർ ചെറിയ അധ്യായമാണ്, നിങ്ങളിൽ ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത്? സൂറത്തുൽ കൗസർ ചെറിയ അധ്യായമാണ്, നിങ്ങളിൽ ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത്? സൂറത്തുൽ ഇഖ്ലാസ് ചെറിയ അധ്യായമാണ്, നിങ്ങളിൽ ആർക്കാണ് ഈമാൻ വർദ്ധിച്ചത്? അവർ ചോദിക്കാണ്. ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫഅമ്മല്ലദീന ആമനൂ, യഥാർത്ഥ മുഅ്മിനുകൾ, ഹൃദയത്തിലേക്ക് ഈമാൻ ഇറങ്ങിയവർ, അല്ലാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിയവർ, ഫസാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട്. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. സാദത്തുഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചു എന്ന് മാത്രമല്ല വഹും യസ്തബ്ശിറൂൻ, അവർ ആഹ്ലാദിക്കുകയാണ്. ഒരു സൂറത്ത് ഇറങ്ങിയാൽ സ്വഹാബികൾക്ക് ആഘോഷമായിരുന്നു എന്നാണ്. ഒരു സൂറത്ത് ഇറങ്ങിയാൽ അവർക്ക് ആഘോഷമായിരുന്നു. ധാരാ പറയുന്നത്? അള്ളാഹു പറയാണ്, മനുഷ്യരുടെ മനസ്സറിയുന്ന റബ്ബ് പറയാണ്, സ്വഹാബത്തിന്റെ മനസ്സ് കണ്ട അള്ളാഹു പറയുകയാണ്, ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടാൽ അവർ ആഹ്ലാദിക്കുന്നു, സന്തോഷിക്കുന്നു. നമ്മൾ എത്ര അധ്യായങ്ങൾ പഠിച്ചിട്ടുണ്ട്, എത്ര ആയത്തുകൾ പഠിച്ചിട്ടുണ്ട്, എത്ര സൂറത്തുകൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ആഹ്ലാദം, ഈ ഒരു സന്തോഷം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് പോലും ആഹ്ലാദമാണെങ്കിൽ പരിശുദ്ധ ഖുർആൻ മുഴുവൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന ഒരു വിദ്യാർത്ഥി, ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ എത്രമാത്രം ആഹ്ലാദത്തിലായിരിക്കും, സന്തോഷത്തിലായിരിക്കും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളാവുക, അവർക്ക് ജീവിതത്തിൽ സന്തോഷമല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നാലാമത്തത്, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകളുടെ കൂടെ എപ്പോഴും റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ മലക്കുകൾ ഉണ്ടായിരിക്കും. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും, നമുക്ക് തണൽ നൽകാനും, നമുക്ക് സക്കീനത്ത് നൽകാനും, നമ്മുടെ മനസ്സിൽ നല്ലത് തോന്നിപ്പിക്കാനും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ആമീൻ പറയാനും മലക്കുകൾ ഖുർആൻ പഠിതാക്കളുടെ കൂടെയുണ്ടാകും. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ വ അബീ സഈദിനിൽ ഖുദ്രി അന്നഹുമാ ഷഹിദാ അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവും അവർ പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതിന് ഞങ്ങൾ സാക്ഷികളാണ്. എന്താണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്? ലാ യഖഉദു ഖൗമുൻ, ഒരു സമൂഹവും ഇരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ ഒരു സംഘം അതിൽപ്പെട്ടതാണ്. അള്ളാഹു നമ്മെ അതിൽ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധ ഖുർആൻ, അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ ശ്രേഷ്ഠത, അത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇരുന്നിരിക്കുന്നത്. സ്റ്റേജിൽ ആളുകൾ ഇരിക്കുന്നുണ്ട്, സദസ്സിലിരിക്കുന്നുണ്ട്. ഈ ഇരിക്കുന്ന ആളുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, ലാ യഖഉദു ഖൗമുൻ, ഒരു സംഘവും ഇരിക്കുന്നില്ല. യദ്കുറൂനല്ലാഹ അസ്സ വജൽ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, ഖുർആൻ പഠിച്ചുകൊണ്ട്, അതിൻ്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട്. ഈ റിവായത്തിൽ എന്തു പറഞ്ഞിട്ടില്ല?
ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. അഥവാ മസ്ജിദുകളിൽ ഇരിക്കുക എന്ന ഷർത്ത് പറഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? മസ്ജിദിലിരുന്നാലും ഇനി മസ്ജിദ് അല്ലാത്ത ഒരു സ്ഥലത്തിരുന്നാലും, മസ്ജിദിലിരുന്നാൽ അതിനൊരുപാട് ശ്രേഷ്ഠത വേറെയുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. എന്നാൽ ഒരു മസ്ജിദ് അല്ലാത്ത സ്ഥലത്ത് നമ്മൾ കൂടിയിരുന്നാൽ പോലും എന്താണ്? ഇല്ലാ ഹഫ്ഫതുഹുമുൽ മലായിക, അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ സദസ്സിനെ പൊതിയുന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ, കളവ് പറയാത്ത റസൂൽ, വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സത്യമാണ്. അതുകൊണ്ട് ഈ സദസ്സിനെ മലക്കുകൾ പൊതിഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. 2, വഗശിയതുഹുമുർ റഹ്മ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാരുണ്യം നമ്മെ പൊതിയും. ഇതാർക്ക് ലഭിക്കും പ്രിയപ്പെട്ടവരെ? ഇതുപോലെയുള്ള മഹനീയമായ സദസ്സുകൾ ഉപയോഗപ്പെടുത്താതെ വിനോദങ്ങളിലും തോന്നിവാസങ്ങളിലും വൃത്തികേടുകളിലും, കളവ് പറയുന്നതിൽ, കള്ളക്കച്ചവടം ചെയ്യുന്നതിൽ, ഗീബത്ത് പറയുന്നതിൽ, നമീമത്ത് പറയുന്നതിൽ, സംഗീതം ആസ്വദിക്കുന്നതിൽ, മറ്റു വൃത്തികേടുകൾ ചെയ്യുന്നതിൽ വ്യാപൃതരായ ധാരാളം ആളുകളില്ലേ? അവർക്ക് ലഭിക്കുന്നതല്ല ഇത്. അവരെ കാരുണ്യമല്ല പൊതിയുക, മറിച്ച് അള്ളാഹുവിൻ്റെ കോപവും അള്ളാഹുവിൻ്റെ ലഅനത്തുമാണ് അവരെ പൊതിയുന്നത്. അതിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് ഖുർആൻ പഠിക്കുന്ന, ഖുർആനിനെ കുറിച്ച് കേൾക്കുന്ന, റബ്ബിനെ കുറിച്ച് പറയാൻ വേണ്ടി ഇരിക്കുന്ന സദസ്സിൽ വഗശിയതുഹുമുർ റഹ്മ, കാരുണ്യം അവരെ പൊതിയും. വനസലത് അലൈഹിമുസ് സക്കീന, സമാധാനമിറങ്ങും. സക്കീനത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്, മലക്കുകൾ പൊതിയലല്ല. കാരണം ഇതിവിടെ വേറെ വേറെ പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ പൊതിയൽ വേറെ, റഹ്മത്ത് പൊതിയൽ വേറെ, സക്കീനത്ത് ഇറങ്ങൽ വേറെ. ഒരു പ്രത്യേക സമാധാനം, ഒരു പ്രത്യേക ആശ്വാസം. ഇതിനും പുറമെ വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു അവൻ്റെ അടുക്കലുള്ള മലഉൽ അലയിൽപ്പെട്ട മലക്കുകളോട് ഈ സദസ്സിനെ കുറിച്ച് പറയും. പ്രവിശാലമായ ഈ മഹാപ്രപഞ്ചത്തിലെ ചെറിയ ഭൂമിയിലെ ഒരുപാട് രാഷ്ട്രങ്ങളിൽപ്പെട്ട ചെറിയൊരു രാഷ്ട്രമായ ഇന്ത്യയിലെ, ഒരുപാട് സ്റ്റേറ്റുകളിൽപ്പെട്ട ഒരു സ്റ്റേറ്റായ കേരളത്തിലെ, ഒരുപാട് ജില്ലകളുള്ള ഒരു ജില്ലയായ മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട്, ആ ജില്ലയിലെ ഒരു ചെറിയ പ്രദേശത്തിലെ ഒരു ഓഡിറ്റോറിയത്തിൽ കൂടിയിരിക്കുന്ന ആളുകളെ 7 ആകാശങ്ങൾക്ക് മേലെയുള്ള റഹ്മാനായ റബ്ബ് മലക്കുകളോട് അവരെക്കുറിച്ച് പറഞ്ഞ് ഗർവ് നടിക്കുന്നു പറഞ്ഞാൽ അതിനേക്കാൾ വലിയ സന്തോഷം എന്താണ്? അതിനേക്കാൾ വലിയ ആഹ്ലാദം എന്താണ്? ഈ ഹദീസിൽ പറഞ്ഞ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവിതം ധന്യമായി, വിജയിച്ചു നമ്മുടെ ജീവിതം. അതിനെന്ത് വേണം? പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന സദസ്സിൽ നമ്മൾ ഉണ്ടാവണം. ഖുർആനിൻ്റെ പഠിതാക്കളായി നമ്മൾ മാറണം. അഹ്ലുൽ ഖുർആനിൻ്റെ ആളുകളായി നമ്മൾ മാറണം. ഇനി നോക്കൂ, ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാനിൽ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, അൻ ജാബിർ ഇബ്നു അബ്ദില്ല അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ അഹദുക്കും യുസല്ലി മിനൽ ലൈൽ, നിങ്ങളിൽ ഒരാൾ രാത്രി നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ ഫൽയസ്തക്, പല്ല് തേക്കണം. രാത്രി എഴുന്നേറ്റാൽ പല്ല് തേക്കണം, പ്രത്യേകിച്ച് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ. എന്താ കാരണം എന്നറിയുമോ? ഫഇന്ന അഹദക്കും ഇദാ ഖറഅ ഫീ സ്വലാത്തിൻ, നിങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കെ ഖുർആൻ ഓതുമ്പോൾ വളഅ മലക്കുൻ ഫാഹു അലാ ഫീ, ഒരു മലക്ക് ആ മലക്കിന്റെ വായ നിങ്ങളുടെ വായയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്ന. നമ്മുടെ വായന്റെ നേരെ മുന്നിൽ മലക്കിന്റെ വായ ഉണ്ടാവും. എന്താണ്? ഖിറാഅത്ത് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം കൊണ്ട് വരുന്നതാണ് എന്നാണ് ഇമാം ബസ്സാർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന റിവായത്തിലുള്ളത്. ഖാമൽ മലക്കു ഖൽഫഹു, ആദ്യം മലക്ക് ബാക്കിൽ നിൽക്കും നമസ്കരിക്കുമ്പോൾ. എന്നിട്ടോ ഫതസമ്മഅ ലിഖിറാഅതിഹി, ഖിറാഅത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ മലക്ക് അതിങ്ങനെ കേൾക്കും. ഫയദ്നൂ മിൻഹു, എന്നിട്ട് മെല്ലെ 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 നമ്മളുടെ അടുത്തേക്ക് വരും. അങ്ങനെ അടുത്ത് വന്ന് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഹത്താ യളഅ ഫാഹു അലാ ഫീഹി, ആ മലക്കിന്റെ വായ ഖുർആൻ ഓതുന്ന ആ മനുഷ്യന്റെ വായയുടെ തൊട്ട് മുന്നിൽ വന്ന് നിൽക്കുന്നതാണ്. അത്രക്കും ഇഷ്ടമാണ് മലക്കുകൾക്ക് നമ്മൾ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ. കാരണം എന്താണ്? പല പണ്ഡിതന്മാരും പറഞ്ഞത്, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു ഭൂമിയിൽ എന്ന് പറഞ്ഞപ്പോൾ മലക്കുകളുടെ ആദ്യത്തെ പ്രതികരണം എന്താണ്? ഭൂമിയിൽ രക്തം ചിന്തുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെയാണോ റബ്ബേ നീ സൃഷ്ടിക്കാൻ പോകുന്നത് എന്നായിരുന്നു അവരുടെ ചോദ്യം.
അപ്പോൾ അള്ളാഹു നൽകിയ മറുപടി എന്താണ്? ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. എനിക്കറിയാത്തത് നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം എന്നാണ് അള്ളാഹുവിന്റെ മറുപടി. അപ്പോൾ രക്തം ചിന്തുന്നവർ മാത്രമാണ് മനുഷ്യർ, കുഴപ്പമുണ്ടാക്കുന്നവർ മാത്രമാണ് മനുഷ്യർ എന്ന് തെറ്റിദ്ധരിച്ച മലക്കുകൾ പിന്നെ കാണുന്നത് എന്താണ്? രാത്രിയുടെ യാമത്തിൽ എല്ലാവരും സുഖലോലുപന്മാരായി ഉറങ്ങിക്കൊണ്ടിരിക്കെ അവിടെ നിന്നും എഴുന്നേറ്റ്, വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ്, പരലോകത്തെ ഭയപ്പെട്ട്, സ്വർഗത്തെ ആഗ്രഹിച്ച്, നരകത്തെ ഭയപ്പെട്ട് റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ വിനയത്തോടുകൂടി ഓതുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ മലക്കിന് വല്ലാത്ത തൃപ്തിയാകുന്നതാണ്. അതുകൊണ്ടാണ് മലക്കിങ്ങനെ ചേർന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധ ഖുർആൻ ഖിറാഅത്ത് നടത്തുന്ന ആളുകളുടെ കൂടെ അത്രയും ചേർന്ന് ഒട്ടി മലക്കുകൾ ഉണ്ടാകും. അതിനു പുറമെ വേറെ മലക്കുകൾ കൂട്ടം കൂടി നിൽക്കും. അതിനു പുറമെ റഹ്മത്ത് ഇറങ്ങും, അതിനു പുറമെ സക്കീനത്ത് ഇറങ്ങും. അതിനു പുറമെ നമ്മൾ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ അള്ളാഹു നമ്മെ മലക്കുകളുടെ സന്നിധിയിൽ ഓർത്തുകൊണ്ടിരിക്കും. എന്നാൽ ചിലരെയൊന്നും അള്ളാഹുവിന് ഓർക്കാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിന് മലക്കുകളോട് പറയാൻ പറ്റാത്ത വിധമാണ് പലരുടെയും കാര്യം. അവർ ഖുർആൻ തുറന്നു നോക്കുന്നേയില്ല. പലരും റമളാനിൽ മാത്രമാണ് ഖുർആൻ ഓതുന്നത്, അത് കഴിഞ്ഞാൽ പിന്നെ ഖുർആനില്ല. ഖുർആൻ പഠിക്കാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഒരുപാട് QHLS-ന്റെ ക്ലാസ്സുകളുണ്ട്, ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ്സുകളുണ്ട്, ഖുർആൻ പഠിക്കുന്ന സദസ്സുകളുണ്ട്. പലരും അതിലേക്കൊന്നും പോകുന്നില്ല. പലർക്കും ഖുർആൻ നോക്കി ഓതാൻ പോലും അറിയില്ല. അത്തരം ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പറയാനുണ്ടാകുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെക്കുറിച്ച് നമ്മുടെ റബ്ബ് നിരന്തരം പറയാൻ, നിരന്തരം പരിശുദ്ധ ഖുർആനിന്റെ പഠിതാക്കളായി തീരുക. അഞ്ചാമത്തത്, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് വലിയ പക്വതയുണ്ടാകുന്നതാണ്. വിവേകശാലികളായിരിക്കും അവർ. എന്തുകൊണ്ടാണ്? അള്ളാഹു എല്ലാം അറിയുന്നവനും ഹക്കീമുമല്ലേ? ആണ്. ഇന്നല്ലാഹ അലീമുൻ ഹക്കീം. അള്ളാഹു എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമാണ്. എല്ലാം അറിയുന്നവനും അഗാധജ്ഞനുമായ അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഖുർആനിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അതിന് തുല്യം നിൽക്കാൻ മറ്റൊന്നിന് സാധ്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് വസ്ഫ് നടത്തിയത്, ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ വ്യർത്ഥമായതൊന്നും അതിൽ പ്രവേശിക്കുകയില്ല. എന്താണ് കാരണം? ഇത് തൻസീലാണ്. എവിടെ നിന്നുള്ള? മിൻ ഹകീമിൻ ഹമീദ്, സ്തുത്യർഹനും അഗാധജ്ഞനുമായ അള്ളാഹുവിൽ നിന്നാണ്. സ്തുത്യർഹനും അഗാധജ്ഞാനിയുമായ അള്ളാഹുവിൽ നിന്നുള്ള ഒരു തൻസീലിൽ വൈരുദ്ധ്യങ്ങളോ പോരായ്മകളോ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ പഠിതാക്കൾക്ക് വമ്പിച്ച ഉൾക്കാഴ്ച ഉണ്ടാകും. നമുക്ക് മറ്റു ഖുർആൻ പഠിക്കാത്ത ആളുകളുടെ വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റൂല. നമുക്ക് ചിരി വരും, അല്ലെങ്കിൽ നമുക്ക് കരച്ചിൽ വരും. എന്താണ്? അത്രയും വിവരക്കേടുകളായിരിക്കും പറയുന്നത്. എന്നാൽ പറയുന്ന ആൾ വിചാരിക്കുന്നത് വലിയ തത്വശാസ്ത്രമാണ് പറയുന്നത്. കേൾക്കുന്നവരും കയ്യടി